വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി രണ്ടുപേർ അറസ്റ്റിൽ. സാറാ വണ്ടിയുടെ ഡോറിലൊന്ന് പിടിച്ചോ. ബീഹാർ ഭൈരവ മധുബാണി ജില്ലയിൽ മധുവപൂർ സ്വദേശി 31 വയസ്സുള്ള സദാം നാദാഫി, ബീഹാർ മധുബാനി ജില്ലയിൽ ഷെഹർഘട്ട് ഭൈരവ വാർഡിൽ താമസക്കാരൻ 32 വയസ്സുള്ള മുസ്തഫ നദ്ദാഫി എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. രഹസ്യവിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഉമയനല്ലൂർ കുണ്ടുകുളം ഭാഗത്ത് ഒരു വീട്ടിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങി ശേഖരിച്ച് കച്ചവടം ചെയ്യുന്നുള്ള വിവരമാണ് കിട്ടിയത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പാർട്ടി സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു വീട്ടിൽ സദ്ദാം ഗദാഫി, മുസ്തഫ ഗദാഫി, ഇവർ രണ്ടുപേരും ബീഹാറിലെ മധുബനി ജില്ല സ്വദേശികളാണ്. ഇവർ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇത് അവർ അതിഥി തൊഴിലാളികൾക്കും ആ പ്രദേശത്ത് സ്കൂൾ പരിസരത്ത് ഉള്ള കടകളിലടക്കം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. കൂടുതൽ അന്വേഷണത്തിൽ മനസ്സിലായത് ഇത് ബീഹാർ, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിനിൽ കേരളത്തിലെത്തിച്ച് അവർ വിതരണക്കാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി മറ്റൊരു ചെയ്യും. കേസിന് ആസ്പദമായ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, അന്യസംസ്ഥാനക്കാരായ പ്രതികൾ ചാത്തന്നൂർ, കൊട്ടിയം, ഉമയനല്ലൂർ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി മിഠാൻ പാൻ സ്റ്റാളുകളിലായി നടത്തിവരികയാണ്. മറവിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന തകൃതിയായി നടത്തിവന്നത്. പ്രതികൾ വാടകയ്ക്ക് താമസിച്ചു വന്ന കൊട്ടിയം പട്ടരുമുക്കിലെ കുണ്ടംകുളത്തുള്ള വീട്ടിൽ നിന്നാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെടുത്തത്. കൊട്ടിയം SHO സുനിൽകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ നടത്തിയ റെയ്ഡിലാണ് ഇവ കണ്ടെടുത്തത്. ബീഹാർ, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം തിരുവനന്തപുരത്ത് എത്തിച്ച് ചരക്ക് വാഹനങ്ങളിലാണ് കൊട്ടിയം, ചാത്തന്നൂർ പ്രദേശങ്ങളിൽ രാത്രിയിൽ എത്തിക്കുന്നത്. സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും ജില്ലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സ്ഥലമായ ഉമയനല്ലൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് വിൽപ്പന നടത്തിവന്നത്. SI-മാരായ നിതിൻ, നളൻ, സവിത പ്രമോദ്, CPO-മാരായ ചന്തു, ശംഭു, അരുൺ എന്നീ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് കേരളം 24.